യശസ്വി ജയ്സ്വാൾ ഇന്ത്യയുടെ 3 ഫോർമാറ്റും കളിക്കാൻ യോഗ്യനായ ഒരു പ്ലെയർ. അൺഫോർച്ചുനേറ്റ്ലി അർഷദ് റാണ ഇന്ത്യയുടെ 3 ഫോർമാറ്റും കളിക്കും, ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ 3 ഫോർമാറ്റും കളിക്കും. എന്നാൽ പ്രൂവ് ചെയ്ത യശസ്വി ജയ്സ്വാളിന് 3 ഫോർമാറ്റിലും ഇടവില്ല. പ്രത്യേകിച്ച് T20 യശസ്വി ജയ്സ്വാളിന് ഇടവില്ല. ഓഡിയയിലോട്ട് നോക്കുവാണെങ്കിൽ യശസ്വി ജയ്സ്വാളിന് എനിക്ക് തോന്നുന്നില്ല 2027 വരെ ഇടമുണ്ടാവുമെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ടെസ്റ്റിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയാണ് യശസ്വി ജയ്സ്വാളിന്. ശുഭ്മൻ ഗില്ലിനെ 3 ഫോർമാറ്റിൻ്റെ പ്ലെയർ ആക്കാൻ നോക്കുന്നു, ക്യാപ്റ്റൻ ആക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് യശസ്വി ജയ്സ്വാളിനെ ആ ഒരു കാറ്റഗറിയിലോട്ട് കൊണ്ടുവരുന്നില്ല? 3 ഫോർമാറ്റിന് പറ്റിയൊരു ബാറ്റ്സ്മാനാണ് എന്നേ തെളിയിച്ചതാണ്. ആസ്ട്രേലിയയിൽ പോയി തെളിയിച്ചു, ഇംഗ്ലണ്ടിൽ പോയി തെളിയിച്ചു, വെസ്റ്റ് ഇൻഡീസിൽ പോയി തെളിയിച്ചു, 2 ഡബിൾ സെഞ്ചുറി, 3 വട്ടമാണ് 150 എടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ പ്രൂവ് ചെയ്തിട്ടും യശസ്വി ജയ്സ്വാളിന് ഇന്ത്യയുടെ ടെസ്റ്റ് പ്ലെയർ ആയിട്ട് മാത്രം ഒതുങ്ങി പോകേണ്ട വന്നല്ലോ. ഇത്രയും നല്ലൊരു ടാലൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ. നോക്കിയേ, ഇംഗ്ലണ്ടിൽ 2 ടെസ്റ്റ് ഫെയിൽ ആകുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കംപ്ലീറ്റ് തൻ്റെ ബാറ്റിംഗ് സ്റ്റൈലെ മാറ്റി വെച്ചു. വരുന്ന ഓപ്പോസിഷനെ റെസ്പെക്ട് ചെയ്യുന്നു, ബോളർമാരെ റെസ്പെക്ട് ചെയ്യുന്നു, കണ്ടീഷനെ റെസ്പെക്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് ബാറ്റ് ചെയ്യുന്നു. നേരത്തെ ആണെങ്കിൽ വന്ന് ഫസ്റ്റ് ബോൾ പോലെ അടിച്ച് കളിക്കുന്ന ഒരു യശസ്വി ജയ്സ്വാൾ ആയിരുന്നു. ഇപ്പോൾ ടൈം എടുത്ത് കളിക്കുന്ന ഒരു യശസ്വി ജയ്സ്വാൾ. ഈ ഒരു ജയ്സ്വാളിനെ പിടിച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. ഇന്നത്തെ ബാറ്റിംഗ് ആണ് നോക്കിക്കേ. 173 റൺസ്, 22 4, ഒറ്റ 6 പോലും അടിച്ചില്ല. വളരെ മെച്യൂറായിട്ട് കളിക്കുന്നു. ഇന്നത്തെ ബാറ്റിംഗ് കണ്ടിട്ട് നാളെ ഒരു 300 ലോഡിംഗ് ആണെന്ന് തോന്നുന്നു. മിക്കവാറും നാളെ വീരേന്ദ്ര സേവാഗ് ഒരു ട്വീറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സേവാങ്ങിൻ്റെ റെക്കോർഡ് പൊട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ബാറ്റിംഗ് ആണ്. ആ ഒരു പേഷ്യൻ്റ് ഇന്നിങ്സ് ആണ് ഇന്ന് യശസ്വി ജയ്സ്വാൾ കളിക്കുന്നത്. എന്ന് വെച്ചിട്ട് അടിക്കാതിരിക്കുന്നുമില്ല. 22 4 അടിച്ചത്. സ്പിന്നർമാരെ ആണെങ്കിലും ഫാസ്റ്റ് ബോളർമാരെ ആണെങ്കിലും പണിഷ് ചെയ്ത് വളരെ വാച്ച്ഫുള്ളായിട്ട് കളിക്കുന്ന ഒരു യശസ്വി ജയ്സ്വാൾ വളരെ ഡേഞ്ചർ ആയിരിക്കും. ജയ്സ്വാളിൻ്റെ ബാറ്റിംഗ് ആണ് തന്നെ എന്നാ രസം എന്ന് പറയുമ്പോൾ ആ ഒരു സ്ക്വയർ കട്ട് ഉണ്ട് ഓഫ് സൈഡിൽ. മനോഹരമായിട്ട് ആ ഒരു സ്ക്വയർ കട്ട് കളിക്കും. സ്പിന്നർമാർക്കെതിരെയുള്ള ഫുഡ് വർക്ക് വളരെ മനോഹരമാണ്. സൂപ്പർ ഒരു പ്ലെയർ. താമസിക്കാതെ തന്നെ നമുക്ക് ആ 3 ഫോർമാറ്റിലും യശസ്വി ജയ്സ്വാളിനെ കാണാൻ കഴിയട്ടെ. എൻ്റെ കരിയറിലെ 7ാമത്തെ സെഞ്ചുറിയാണ് ഈ ചെറിയ പ്രായത്തിൽ യശസ്വി ജയ്സ്വാൾ ചേസ് ചെയ്യുന്നത്. BCCI കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക. ശുഭ്മൻ ഗില്ലിനെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ശരിയാണ്, റാണയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു ശരിയാണ്. യശസ്വി ജയ്സ്വാളിനെയും കൂടെ 3 ഫോർമാറ്റിലായിട്ടും കൊണ്ടുവരാൻ നോക്കി. 3 ഫോർമാറ്റിൻ്റെ ഒരു പ്ലെയർ തന്നെയാണ്. യശസ്വി ജയ്സ്വാളിൻ്റെ കരിയർ BCCI എന്തായാലും നശിപ്പിക്കരുത്. ഒരു ഫോർമാറ്റിൽ മാത്രം ഇട്ട് അതേ പറയാനുള്ളൂ. ഇന്നത്തെ മത്സരത്തോട്ട് വരുവാണെങ്കിൽ ഇന്ത്യ 318-ന് 2 വിക്കറ്റ്. ശക്തമായ നിലയിൽ തന്നെയാണ്. നാളെ എങ്ങനെ പോയാലും ഒരു 600 എങ്ങനെയായാലും ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസിന്റെ മുമ്പിലോട്ട് വെച്ച് കൊടുക്കാൻ കഴിയും. വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്ലൂ ഇല്ല. ഫാസ്റ്റ് ബോളർമാർക്കാണെങ്കിൽ വിക്കറ്റ് കിട്ടുന്നില്ല. സ്പിന്നർമാർ നോക്കുകയാണെങ്കിൽ വാരിക്കൻ മാത്രം വന്ന് അല്പമൊക്കെ ഒരു ഫൈറ്റ് കാഴ്ചവെക്കുന്നു. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ബോളർമാർ ജേഡൻ സീൽ ഞാൻ അല്പം കൂടെ പ്രതീക്ഷിച്ചു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ആസ്ട്രേലിയക്കെതിരെ ആയാലും പാകിസ്ഥാനെതിരെ ആയാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു പ്ലെയറാണ് ജേഡൻ സീൽ. പക്ഷേ വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനം. ഒരു ഫ്ലാറ്റ് പിച്ചാണ്, എന്നാൽ ഒരു ഷോർട്ട് പിച്ച് ബോൾ എറിയാനോ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ചിന്തിക്കാനോ ഒന്നും ശ്രമിക്കാതെ ചുമ്മാ വന്ന് ഓവറുകൾ എറിഞ്ഞിട്ട് പോകുന്ന ഒരു ജേഡൻ സീലിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഏടിച്ച് വരണ്ട് കളിക്കുന്ന ഒരു വെസ്റ്റ് ഇൻഡീസ്. നിങ്ങൾ 100 എടുത്തോണേ, ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് 100 തരാൻ, ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് 2 പോയിന്റ് തരാനെന്നുള്ളൊരു മറ്റുള്ള പ്രകടനമാണ് വെസ്റ്റ് ഇൻഡീസ് കാഴ്ചവെക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ സായി കൺസിസ്റ്റന്റ് സുദർശൻ. കിട്ടിയ അവസരത്തെ ഇന്ന് എന്തായാലും പ്രയോജനപ്പെടുത്തി സായി സുദർശൻ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഫസ്റ്റ് ടെസ്റ്റിൽ എന്തായാലും പ്ലേയിങ് ലെവലിൽ എന്തായാലും പ്ലേസ് സ്ഥിരമാക്കി സായി സുദർശൻ നല്ലൊരു ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. ബാക്ക് ഫുട്ടിൽ വന്ന് മനോഹരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നു, പുള്ളി ചെയ്യുന്നു, സ്വീപ്പ് ഷോട്ട് കളിക്കുന്നു. ഒരു സൂപ്പർ പ്ലെയർ. പ്രത്യേകിച്ച് സ്പിന്നർമാർക്കെതിരെ മനോഹരമായിട്ട് വന്ന് ബാക്ക് ഫുട്ടിൽ കളിക്കുന്നു. ആ ബാക്ക് ഫുട്ട് തന്നെയാണ് സായി സുദർശൻ ചതിച്ചത്. ലെഗ് ബിഫോർ ആയിട്ട് കയറിപ്പോണ്ടതായിട്ട് വന്നു. ഒരു 13 റൺസ് അകലെ തൻ്റെ കന്നി സെഞ്ചുറി എടുക്കാൻ സായി സുദർശന് കഴിഞ്ഞില്ല. ആ ഒരു ബാക്ക് ഫുട്ടിൽ കളിക്കാതെ ആ ഒരു ഷോട്ട് ഫ്രണ്ട് ഫുട്ടിൽ കളിച്ചിരുന്നെങ്കിൽ മേ ബി ഒരു 100 എടുക്കാൻ കഴിഞ്ഞാൽ ലെഗ് ബിഫോർ ആവത്തില്ലായിരുന്നു. വാരിക്കൻ്റെ മനോഹരമായൊരു ഷാർപ്പ് ടേൺ ആയിരുന്നു. സത്യം പറഞ്ഞായിട്ട് മനോഹരമായൊരു ബോളായിരുന്നു. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത്ര ഒരു ടേൺ മേ ബി സായി സുദർശൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഒരു മനോഹരമായ ടേൺ തന്നെയായിരുന്നു. ബോൾ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തായിരുന്നു. കയറിപ്പോയി. എന്നാൽ മനോഹരമായൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 87 റൺസ് എടുക്കുന്നു, 12 4 അടിച്ചത്. മനോഹരമായിട്ടൊരു ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു. BCCI ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സായി സുദർശനെ. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വെറുതെ ആവത്തില്ല എന്നുള്ള പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. പിന്നെ KL രാഹുൽ. എല്ലാവരും വന്ന് 100 അടിച്ചാൽ എന്തോ ചെയ്യാനാണ്. നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ നമ്പർ 80 കിടക്കുക. ഇതുവരെ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കളിയിലോ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. നിതീഷ് കുമാർ റെഡ്ഡിക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കുക. രാഹുൽ എന്തായാലും സെഞ്ചുറി അടിച്ചല്ലോ. നിതീഷ് കുമാർ റെഡ്ഡിയെ നമ്പർ 8 ഇടാതെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നമ്പർ 6 കളിപ്പീര്. നിതീഷ് കുമാർ റെഡ്ഡി ഒരു ബോളിംഗ് ഓൾറൗണ്ടർ അല്ല, ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്. നിങ്ങൾ 4 ഓവറാണ് അയാൾക്ക് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പ്ലീസ് ആ ഒരു മനുഷ്യന് ബാറ്റിംഗ് കൊടുക്കുക, കുറച്ചും കൂടെ അവസരങ്ങൾ കൊടുക്കുക. ആസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും പോയി നിങ്ങൾ അവസരം കൊടുക്കാതെ ഇന്ത്യയിൽ ബാറ്റിംഗ് കണ്ടീഷനിൽ ഒരു ഫ്ലാറ്റ് പിച്ചിൽ കൂടുതലായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക, പെർഫോമൻസ് ചെയ്യും. പിന്നെ ശുഭ്മൻ ഗിൽ 20 റൺസുമായിട്ട് ക്രീസിൽ നിൽപ്പുണ്ട്. ഇന്നൊരു റെക്കോർഡ് വിട്ട് 7 ടെസ്റ്റിന് ശേഷം ടോസ് വിജയിക്കുന്ന ക്യാപ്റ്റനായിട്ട് ശുഭ്മൻ ഗിൽ മാറി. ടീമിലുള്ളവരെല്ലാം പോയി ആശംസ പറയുന്നുണ്ട്. ട്രോൾ ചെയ്താണോ അതോ സത്യത്തിൽ കൊടുത്തതാണോ അറിയാൻ വയ്യ. എന്നാൽ 7 ടെസ്റ്റിന് ശേഷം
എന്നാലും ശുഭ്മനെങ്കിലും ടോസ് ജയിക്കാൻ കഴിഞ്ഞു. ഇംഗ്ലണ്ടിൽ പോയിട്ട് 5 ടോസും തോറ്റു. വെസ്റ്റ് ഇൻഡീസിനുള്ള ആദ്യത്തെ ടെസ്റ്റിൽ ടോസ് തോറ്റു. എന്നാൽ ഇന്ന് ടോസ് നേടി. ശുഭ്മൻ ഗില്ലും ഹാപ്പിയാണ്, ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമും ഹാപ്പിയാണ്. എന്നാലും കൊള്ളാം, ടോസ് തോറ്റാലും എന്താ, ശുഭ്മൻ ഗിൽ ഇന്ത്യ വിജയിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇംഗ്ലണ്ടിൽ പോയി സീരീസ് ഡ്രോ ആക്കി, വെസ്റ്റ് ഇൻഡീസിനുള്ള ആദ്യത്തെ ടെസ്റ്റ് വിജയിച്ചു. സോ ഈ ടെസ്റ്റ് വിജയിക്കാൻ വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. ശുഭ്മൻ ഗിൽ നോക്കുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് കളിക്കുന്നു. ഒരു 20 റൺസ് എടുത്തിട്ടുണ്ട്. നാളെ എന്തായാലും ഒരു 100 ആണ് മുമ്പിലുള്ള ലക്ഷ്യമെന്ന് തോന്നുന്നു. എന്തിനാ വിട്ട് കളയുന്നത്? വെസ്റ്റ് ഇൻഡീസ് 100 തരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അവരുടെ ബോളർമാർ. കിട്ടുന്നവർക്കെല്ലാം 100 എടുക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആരും മിസ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഒരു അവസരം കൊടുക്കുക ഇവർ. പിന്നെ പിച്ചിലോട്ട് വരുവാണെങ്കിൽ വളരെ ഫ്ലാറ്റ് പിച്ചാണ്. ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഫസ്റ്റ് സെഷനൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് സെഷനൊക്കെ ആകുമ്പോഴത്തേന് ബോൾ നല്ല രീതിയിൽ ടേൺ ചെയ്യാൻ തുടങ്ങും. ഇന്ന് തന്നെ ബോൾ വളരെ രീതിയിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ നാളെ ഒരു സെക്കൻഡ് സെഷനൊക്കെ കഴിയുമ്പോഴത്തേനും ബോൾ നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടാൻ തുടങ്ങും, ബോൾ നല്ല രീതിയിൽ ടേൺ കിട്ടാൻ തുടങ്ങും. റഫായിട്ടുള്ള ഏരിയ ഒക്കെ ക്രിയേറ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഈ ടെസ്റ്റും 3 ദിവസത്തിനകം തന്നെ തീരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ നാളെ കണ്ടറിയാം. നാളെ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് യശസ്വി ജയ്സ്വാളിൻ്റെ ഒരു 300 ആണ്. എല്ലാവരുടെയും വായ അടപ്പിക്കുന്ന ഒരു പ്രകടനം നാളെ കാഴ്ച വെക്കട്ടെ യശസ്വി ജയ്സ്വാൾ.